بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام والذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا وشفيعنا محمد صلى الله وسلم وبارك عليه وعلى آله وصحابه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وعلينا وعلى ذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم. ഇനിയും എന്താണ് മഅഹൂവാത്തിനെ കുറിച്ച് തന്നെ പറയുന്നത്. വയുഫ നേരത്തെ എന്താണ് അഹുവാണല്ലോ പറഞ്ഞു തുടങ്ങിയ. പിന്നെ തീനുഷാരി അൽ മുതയഖിൻ നജാസത്തുഹു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതിനു മുമ്പ് വയുഫ അൻ മഹല്ലിസ്തിജ്മാരിഹി എന്ന് പറഞ്ഞു. അപ്പൊ ആ മഹല്ലിസ്തിജ്മാരിഹി അതിൻ്റെ മേലെ അത്തുഫായിട്ട് മത്തിന് വരുമ്പോൾ അങ്ങനല്ലേ വരിക. പിന്നെ അൻമഹല്ലിസ്തിജ്മാരി അതിൻ്റെ മേലെ അത്തുഫായിട്ട് വാൻ ഖലീലി ദമിൽ ബറാഗൈസീന. പിന്നെ അപ്പോൾ വയുഫ എവിടെ ഇത് അഫുള്ളത്? ഫിസ്സൗബി വൽ ബദനി വൽ മക്കാനി എല്ലാത്തിലും അഫുണ്ട്. വസ്ത്രത്തിലുമുണ്ട്, ശരീരത്തിലുമുണ്ട്, നിസ്കരിക്കുന്ന സ്ഥലത്തും അഫുണ്ട്. അൻ ഖലീലി ദമിൽ ബറാഗൈസി. ബുർഗോസ്, ചെള്ള്, ചെറിയ ജീവികള്, അങ്ങനെ എന്താണ് പേന്, ചെള്ള്, അങ്ങനത്തെ അതെല്ലാം ഉണ്ടല്ലോ. അതിൻ്റെ പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ രക്തത്തിനെ തൊട്ട് അഫുണ്ട് എന്നാ. അപ്പൊ അതിന്റെ രക്തം എന്ന് പറഞ്ഞാൽ അതിന് സായിലത്തായ രക്തം ഇല്ലല്ലോ, ഒലിക്കുന്ന രക്തം ഇല്ലാത്ത സാധനമായിട്ട് ഇതിന് നമ്മൾ മുമ്പ് പറഞ്ഞു. അപ്പൊ ഒലിക്കാത്ത രക്തം ഉണ്ടാകുക അത് വളരെ കുറവല്ലേ. അപ്പൊ ഒലിക്കാത്ത രക്തം ഇല്ലാത്ത എല്ലാം ഇതേ ഹുക്കുമില്ല. അതിനുശേഷം പറയുന്നത് ലാ ജിൽദിഹ, ആ ബുർഗൂസ് ബറാഗീസിന്റെ ജിൽദിനെ തൊട്ട് അഫുവില്ല കമാമറ, ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി വഫി മഅനാഹ, ഈ ബറാഗീസിന്റെ മഅനയിലാണ് ഫി കുല്ലിമായെത്തി, ശേഷം വരുന്ന എല്ലാത്തിലും. പിന്നെ എന്തെല്ലാം? കുല്ലു മാലാനഫ്സലഹു സായിലത്തുൻ, എല്ലാ ജീവിയും അതിന് ഒലിക്കുന്ന ആ രക്തം ഇല്ലാത്തത്. പിന്നെ ഒലിക്കുന്ന ആ രക്തം ഇല്ലാത്ത എല്ലാ ജീവിയും ഇതേ ഹുക്കുമിലാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ആ ഖലീലാണോ അഫു, അല്ല ഗസീറാണോ അഫു എന്ന പോലെ അത് വേറെ അജ്നബി കൂടിയാൽ അഫു ഉണ്ടോ ഇല്ല, എല്ലാം മുസ്ലിം വരുന്നുണ്ട്. അപ്പൊ അതാ. പിന്നെ വനീമി സുബാബി, ഈച്ചയുടെ കാഷ്ടത്തിൽ നിന്നും ഖലീലിനെ തൊട്ട് അഫുണ്ട്. ദമിന്റെ മേലെ എത്തുക. അപ്പൊ എന്താവും? ഖലീലി വനീമി സുബാബി. പിന്നെ റഖിഹി, എന്റെ കാഷ്ടം. വനീമ് എന്ന് പറഞ്ഞ കാഷ്ടാണ്. മിസ്ലുഹു ബൗലുഹു എന്ന പോലെ അതിന്റെ മൂത്രവും. പിന്നെ ബൗലിൽ ഖുഫാഷ്, ഖുഫാഷിന്റെ ബൗലിൽ നിന്ന് ഖലീലിനെ തൊട്ട് അഫുണ്ട്. ഖുഫാഷിന് പിന്നെ മൂത്രം കുറച്ച് അധികം ഉണ്ടാവും അല്ലെ. വവ്വാല് എന്ന് പറഞ്ഞാൽ അതിന് മിസുലുഹു റൗസുഹു, ഖുഫാഷിന്റെ റൗസും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന്റെ ഖലീലിനെ തൊട്ട് അഫുണ്ട്. അതും കാഷ്ടം തോനെയുള്ള ജീവിയാണ്. പിന്നെ അത് മൂമുൽ ബൽവ ഉള്ളത് കൊണ്ട് പള്ളീൻ്റെ ഉള്ളിലൊക്കെ വന്നിങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലോ അത്. എന്നിട്ട് മൂത്രമൊഴിക്കാൻ കാഷ്ടിക്കൊക്കെ ചെയ്യും. പിന്നെ റത്ബിഹ വയാബിസിഹ. അപ്പൊ ഈ റത്ബിഹ വയാബിസിഹ എന്ന് പറഞ്ഞത് മുമ്പ് ആ ദമുൽ ബറാഗൈസ് മുതൽ ഇങ്ങോട്ട് പറഞ്ഞ എല്ലാത്തിലേക്കും അടങ്ങുന്ന റത്ബിഹ എന്നല്ല, സവാ ഉൻ റത്തുബുഹ വയാബിസുഹ, അങ്ങനെയെന്നാണ് എന്താണ് അവിടെ ഇബാറത്ത് തക്ദീർ ചെയ്യുന്ന ഷെർവാനി. അല്ല ഈ പറഞ്ഞ അവസാനത്തിലേക്ക്, ഇത് ഖുഫാഷിന്റെ ബൗലും റൗസും എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിലെ ഉണങ്ങിയതും എന്ന പോലെ നനഞ്ഞത്. മൂത്രം ഉണങ്ങിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ കാഷ്ടം ഉണങ്ങിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ നനവോടുകൂടെ ആണെങ്കിലും അതിലേക്ക് മാത്രം എന്ന് പറഞ്ഞിട്ടല്ല, മുമ്പ് എല്ലാത്തിലേക്കും മടങ്ങുക ലാഹിർ. കാരണം എന്താ? അവിടെ ഹാന്ന് മുഅന്നസിന്റെ ലമീറല്ലേ. അപ്പൊ എന്താക്ക ആ വനീമ് എന്നപോലെ ദമുൽ ബറാഗീസ്, പിന്നെ ഈ ബൗല്, അതുപോലെ റൗസ്, ഇതിലെല്ലാം ഉണങ്ങിയതും. അപ്പോൾ ഒരു സവാഹ് തക്തീർ ചെയ്താൽ മതി.
അതിന്റെ പച്ച ഉണങ്ങിയതെല്ലാം സമമാണ്. എവിടെ ഇത് അഫുള്ള ഫി സൗബി വൽ ബദനി വൽ മക്കാനി കണ്ടോ. അതുകൊണ്ട് തന്നെ ഇത് മൂന്നിലും അഫുണ്ട്. വൽ മക്കാനിന്ന് അവിടെ എന്റെ കിതാബിൽ പഴയ നുസ്ഖയിലും വൽ മുക്കല്ലഫീന ശരിയില്ല. വൽ മക്കാനി അലൽ ഔജഹി ഖിലാഫൻ ലിമൻ ഖസ്സൽ മക്കാന ബിൽ ജാഫി. അവിടെ മുക്കല്ലഫ് എന്നാണ്, അവിടെ മക്കാൻ എന്നാ ശരി. മക്കാനെ ജാഫു കൊണ്ട് ഖാസാക്കിയവർക്കെതിരായിട്ട് മക്കാനിലെ അഫു ഉണ്ടെങ്കിൽ ഉണങ്ങിയതാകണം. അമ്മമ ഫിൽ അവ്വലൈനി എന്നിട്ട് സൗബിലും ബദലിലും ആമാക്കുകയും ചെയ്തു. അത് ഉണങ്ങിയതായാലും പച്ചയായാലും അഫു ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട് ചിലവർ. അതിനെതിരായിട്ട് അങ്ങനെയല്ല, മക്കാനിലാണെങ്കിലും പച്ചയും എന്ന പോലെ ഉണങ്ങിയതെല്ലാം അഫു ഉണ്ട് ഖലീലാകുമ്പോ. വലോ അക്കസ എന്നിട്ട് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയാ ഇവരിങ്ങനെ തഖ്സീസാക്കുകയും താമീമാക്കുകയും ചെയ്തു. മക്കാനിന് ഖാസായിട്ട് പറഞ്ഞു, മറ്റെടുത്ത് ആമാക്കി. എന്നാൽ അതിന്റെ അക്സ് ചെയ്തിരുന്നെങ്കിൽ കാനാവൂല, അതാ നല്ലത്. സംഗതി അഫുണ്ട് എന്നാണ്, ഉണങ്ങിയാലും പച്ചയാണെങ്കിലും റത്തുബ് യാബ്സ് അഫുണ്ട്. പക്ഷെ അവർ ചെയ്തപ്പോ ഇങ്ങനെ തഖ്സീസാക്കിയതിന് തീരെ വജിഹില്ലാതായി പോയി. അതിന്റെ എതിരായിരുന്നെങ്കിൽ അതിനൊരു വജിഹുണ്ടായേനെ, അതാ ഔലാന്ന് പറഞ്ഞത്. ലിമാ മറ എന്താ അത് ഔലയാകാൻ കാരണം മുമ്പ് പറഞ്ഞല്ല, അന്ന ദർക്കത്തുയൂരി യുഫാൻഹു ഫീഹി, പക്ഷിയുടെ കാഷ്ടത്തിന് മക്കാനിലെ അഫുണ്ട് എന്ന് പറഞ്ഞു. ദൂനഹുമായ എവിടെ അഫുവില്ല, സൗബിലും ബദലിലും അഫുവില്ല. അപ്പോ മക്കാനിലാണ് എന്താണ് കൂടുതൽ അഫുള്ളത്. അപ്പൊ മക്കാനിൽ എന്താക്കണമായിരുന്നു, ആമാക്കണമായിരുന്നു. അതല്ലേ യോജിപ്പ്. പച്ചയായാലും ഉണങ്ങിയതായാലും മക്കാനിലെ അഫുണ്ട് എന്ന് പറയണം. മറ്റിടത്താണെങ്കിലോ വസ്ത്രത്തിലും സൗബിലും എന്താണ് ഇതിന് അഫു ഇല്ലാന്നാ. അപ്പോ പിന്നെ ഈ പറഞ്ഞ എന്താണ് വനീമുദ്ദുബാബ് അതുപോലത്തെ അതിന്റെ ബൗല് ഇതിനൊക്കെ തൊട്ട് വസ്ത്രത്തില് അല്ല മക്കാനിലെ അഫു ഉണ്ട് എന്നല്ലേ വരേണ്ടത് ആ പറഞ്ഞ അനുസരിച്ച്. അതുകൊണ്ട് അതാവൂലെയാണെന്ന് പറഞ്ഞ. പച്ചയായാലും ഒളകിയതായാലും അഫു ഉണ്ട്, അവിടെ തമീമായിരുന്നു യോജിപ്പ്. ബൽ ബഹസൽ അഫുവ അൻ വനീമിൻ ബിറസി കൂസിൻ ബൽ ബുഹിസ എന്ന് മാത്രമല്ല ബഹ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഫു ബഹ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനെ തൊട്ട്, അൻ വനീമിൻ കാഷ്ടത്തിനെ തൊട്ട്. ഏത് കാഷ്ടം? ഈച്ചയുടെ കാഷ്ടം അല്ലെ. ആ ഈച്ചയുടെ കാഷ്ടം എവിടെ ഉള്ളത്? പിന്നെ ബിറസി കൂസിൻ അൻ വനീമിൻ ബിറസി കൂസിൻ, ഒരു കൂജ കിണ്ടി അതിന്റെ തലയിൽ അതിന്റെ അറ്റത്ത് അതിന്റെ വായ ഭാഗത്ത്, അതായത് വെള്ളം ഇങ്ങോട്ട് പുറത്തേക്ക് ഒഴിക്കുന്ന ആ ഭാഗത്ത് അതിന്റെ വായ ഉണ്ടല്ലോ, അത് അവിടെ എന്തുണ്ട്, കാഷ്ടമുണ്ട്. യമുറു അലൈഹി മാവിന്, അതിന്റെ പുറത്തുകൂടിയാ വെള്ളം ഇങ്ങനെ പോകുന്നത്. മാവ് എന്ന് പറഞ്ഞാൽ മാവും കലിയില്ല. അപ്പൊ മുലാക്കാത്തോണ്ട് നേസാണ്ടേ, പക്ഷെ നേസില്ല അഫുണ്ട്. ഫലാ യതനജ്ജസു ബിഹി, അപ്പൊ ആ വെള്ളം ഈ വനീമ കൊണ്ട് നജസാവൂല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ബഹ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതും അതിനോട് യോജിപ്പ് എന്താണ്? അപ്പൊ ഇവിടെ വെള്ളത്തിലും അഫു ഉണ്ടല്ലോ അല്ലെ. എന്തിന്? വനീമുദ്ദുബാബിനെ തൊട്ട് വെള്ളത്തിലും അഫു ഉണ്ട് എന്നാ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ മക്കാനിൽ ഏതായാലും അഫു ഉണ്ടാകണം. ഇത് പച്ചയാണല്ലോ, അപ്പൊ പച്ചയായാലും അഫു ഉണ്ടാകണം എന്ന് പറയലായിരുന്നു യോജിപ്പ്. അപ്പൊ ഔല എന്ന് പറഞ്ഞതിന് രണ്ട് കാരണം പറഞ്ഞാൽ, ഇമാ മറാന്നും ബൽ ബുഹിസ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെന്താണ് തറക്കയായിട്ട് പറഞ്ഞതാ. വദാലിക്ക ലിഅന്നദാലിക കുല്ലഹു മിമ്മ തഅമ്മു ബിഹിൽ ബൽവ. വദാലിക്ക എന്ന് പറഞ്ഞാല് ഈ ദമുൽ ബറാഗീസ് അതിന്റെ ഖലീല് എന്ന പോലെ വനീമുദ്ദുബാബ് അതിന്റെ ബൗല് എന്ന് പറഞ്ഞ ഈ പറഞ്ഞതിനെ തൊട്ടൊക്കെ അഫു ഉണ്ടാ മത്തിന്. അതിന് കാരണം പറയാ. ആ അഫു കാരണം എന്താ? ലിഅന്നദാലിക കുല്ലഹു മിമ്മ തഅമ്മു ബിഹിൽ ബൽവ. ഈ പറഞ്ഞതെല്ലാം ബൽവ ഇടങ്ങേറെ ആമായതാണ്, പ്രയാസം ആമായതാണ്. വയസുക്കുല്ല ഹിത്തറാസ് എന്ന് സൂക്ഷിക്കാനും പ്രയാസാണ്. ഇനി സുബാബ് എന്ന് പറഞ്ഞ പദം എന്താന്ന് പറയുന്നു? വഹുവ. ആ സുബാബ് എന്ന് പറഞ്ഞ മുഫ്രദാണ്. സുബാബ് എന്ന് പറഞ്ഞ പദം മുഫ്രദാണ്. വഖീല ജംഉ സുബാബത്തിൻ ബിൽ ബാഇ ലാ ബിൻ നൂനി. സുബാബത്ത് എന്നതിന്റെ ജമ്മാണ് സുബാബ് എന്നൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോ താവ് കൊണ്ട് മുഫ്രദ് വരുന്നതാണ് എന്നർത്ഥം. തമ്ര് തമ്രത്ത് എന്ന് പറയും പോലെ. പിന്നെ അവിടെ സുബാനത്ത് എന്ന് നൂനല്ല, സുബാബത്ത് എന്ന് ബാ ആണ്. ലിഅന്നഹു ലം യുസ്മഅ. ഈ ജീവിക്ക് സുബാനത്ത് എന്ന് പറയുമോന്ന് നൂനുകൊണ്ട് രണ്ടാമത്തെ ബാവിന്റെ സ്ഥാനത്ത് നൂനായിട്ട്. അപ്പൊ അതില്ല, അതങ്ങനെ അറബി ഭാഷയിൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് നൂനല്ല, ബാവ് തന്നെയാണ്. ജംഉഹു, ഇതിന്റെ സുബാബ് എന്ന് പറഞ്ഞ മുഫ്രദാന്ന് പറഞ്ഞല്ലോ.
അപ്പൊ അതിന്റെ ജമ്പെന്താ? മറ്റേത് എന്താണ്, പിന്നെ ജമ്മാണെന്ന് പറഞ്ഞത് കീലയാണല്ലോ, അത് റാജിഹല്ല. അപ്പൊ റാജി അനുസരിച്ച് സുബാബ് എന്നുള്ളതിന്റെ ജമ്മെന്താ? അത് ദിബ്ബാന് എന്നാണ്. സുബാബ് ദിബ്ബാന്. ഏതുപോലെയൊക്കെ ഗിർബാന് എന്ന് പറയും പോലെ. ദിബ്ബാന് ഗിർബാന് വസിലാണല്ലോ. ഖുറാബിന്റെ ജമ്മ് ഗിർബാന് എന്ന് പറയും പോലെ. അതിബത്ത് എന്നുണ്ട് ജമ്മ്, ദിബ്ബാന്റെ മേലത്ത് അതിബത്ത് അഗരിബത്ത്. അപ്പൊ ഖുറാബിന് ഗിർബാന് അഗരിബത്ത് എന്ന് ജമ്മുള്ള പോലെ സുബാബിന് ദിബ്ബാന് അതിബത്ത് എന്ന് ജമ്മുണ്ട് എന്നാ ഇപ്പൊ പറഞ്ഞത്. ഇനി വല്ലസഹു അന്നഹു ലാ യുഅഫു അൻ കസീരിഹി. നേരത്തെ പറഞ്ഞത് ഖലീലിനെ തൊട്ട് അഫു ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. പറഞ്ഞല്ലോ ഇത് ദമുൽ ബറാഗീസ് എന്ന പോലെ വനീമുസുബാബ്. ഇവിടെയൊക്കെ ഖലീലിനെ തൊട്ട് അഫു ഉണ്ടായില്ല ഖിലാഫില്ല. അവിടെ കസീറിനെ തൊട്ട് അഫു ഉണ്ടോ ഇല്ല എന്നുള്ളതിൽ ഖിലാഫ് ഉണ്ടാ സഹീൻ സാനിയായത്. അതായി പറഞ്ഞ വല്ലസഹു അന്നഹു ലാ യുഅഫു അൻ കസീരിഹി ലിനുദ്റത്തിഹി. കസീരിഹി എന്ന് പറഞ്ഞാൽ ലമീർ എല്ലാത്തിലേക്കും മടങ്ങുന്ന. വലാൻ ഖലീലിൻ ഇന്ദശറ ബിഅറഖിൻ എന്ന പോലെ എന്താണ്, ഖലീലിനെ തൊട്ട് അഫുവില്ല. ഏത് ഖലീല് ഇന്ദശറ ബിഅറഖിൻ, അത് വിയർപ്പ് കൊണ്ട് പരന്നെങ്കിൽ പിന്നെ അഫു ഉണ്ടാവില്ല. കാരണം എന്താ? മുജാവസത്തിഹി മഹല്ലഹു, അതതിന്റെ മഹല്ല് വിട്ട് കടന്നതിന് വേണ്ടി എന്ന്. അപ്പൊ ഈ മൂട്ടന്റെ ഒക്കെ രക്തം ഉണ്ടാവും അല്ലേ, അത് വിയർക്കുമ്പോണ്ട് പരക്കും. അല്ലെങ്കിൽ എന്താണ്, ഈ കൊതുവിന്റെ ഒക്കെ കാഷ്ടം ഉണ്ടാവും, അപ്പൊ അത് വിയർക്കുമ്പോ പരക്കും. അപ്പൊ അത് അഫു ഇല്ലാന്നപ്പൊ പറഞ്ഞ ശേഷം പറയുന്നുണ്ട് അതിനൊക്കെ അഫു ഉണ്ട് എന്ന്. ഇവിടെ അസനിതാനിയ ഖിലാഫ്. പിന്നെ തുറഫുൽ കസറത്തു വൽ ഖില്ലത്തു. അപ്പൊ ഈ ഖില്ലത്തും കസറത്തും എങ്ങനെ അറിയാ? അത് അറിയപ്പെടൽ ബിൽ ആദത്തിൽ ഗാലിബത്ത്, ഗാലിബായ ആദത്ത് കൊണ്ടാണ്. ഗാലിബായ ആദത്ത് കൊണ്ടാണ് അറിയുക. അപ്പൊ ആദത്തു നാസിൽ ഇത് കസീറായി പരിഗണിക്കുന്നതാണ് കസീർ. ഇത് കുറച്ച് അധികം ഉണ്ടല്ലോ എന്ന് തോന്നിയാൽ അത് കസീർ തന്നെ. ഇത് അത്ര ഇല്ലല്ലോ എന്ന് തോന്നിയാൽ അത് ഖലീൽ തന്നെയാണ്. പിന്നെ ഫയജിത്തഹിദുൽ മുസല്ലി. അപ്പൊ ഈ നിസ്കരിക്കുന്ന ആളുടെ സംശയം വന്നാലോ ഇത് ഖലീലാണോ കസീറാണോ എന്ന് സംശയം വന്നാൽ ഇജ്തിഹാദ് ചെയ്യണം അല്ലെ. ആദത്ത് ഗാലിബത്ത് എന്ന് പറഞ്ഞത് അതിന് സിഫത്ത് കാശിഫത്തായിരിക്കും. കാരണം ആദത്ത് എന്ന് പറഞ്ഞത് ഗാലിബാവുമ്പോഴാണല്ലോ അല്ലെ ഗാലിബത്തുള്ളത്. പതിവ് എന്ന് പറഞ്ഞത് നാദിറല്ലല്ലോ. ആദത്ത് എന്ന് പറഞ്ഞത് ഗാലിബത്ത് തന്നെ. പിന്നെ അപ്പൊ ഇജ്തിഹാദ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇജ്തിഹാദ് ചെയ്യണം എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ ഇങ്ങനെ ഖലീലോ കസീറോ എന്ന് അറിയാതിരിക്കുമ്പോഴാ ഉജൂബൻ ഇജ്തിഹാദ് ചെയ്യൽ നിർബന്ധമാണ്. ഇൻ ദഖല, ഇവന് യോഗ്യത ഉണ്ടെങ്കിൽ, ഇവന്റെ ഖില്ലത്തും കസറത്തൊക്കെ മനസ്സിലാക്കാൻ മാത്രം ഇജ്തിഹാദ് ചെയ്ത് കണ്ടെത്താൻ കഴിയുമെങ്കിൽ എന്താക്കണം, ഇവൻ നിർബന്ധമായി ഇജ്തിഹാദനം. ഇല്ല അങ്ങനെ അവന് യോഗ്യനല്ലെങ്കിൽ, അഹിലല്ലെങ്കിൽ റജഇല ആരിഫിൻ, ആ കസറത്തും ഖില്ലത്തും ആദത്തും ഒക്കെ അറിയുന്ന ഒരാളിലേക്ക് മടങ്ങണം. യജ്തഹിദു ലഹു, ഇവനു വേണ്ടി അവൻ ഇജ്തിഹാദ് ചെയ്യും, ഇജ്തിഹാദ് ചെയ്ത് പറഞ്ഞു കൊടുക്കും. ഫീമാ യദ്ഹറു. പിന്നെ നളീറ മാമർ റബി തഫ്സീലിഹി ഫിൽ ഖിബ്ലത്തി, ഖിബ്ലയില് അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിന്റെ വിശദീകരണത്തോടുകൂടെ. മാമറ ബി തഫ്സീലിഹി, കഴിഞ്ഞ ഒന്ന് അതിന്റെ വിശദീകരണത്തോടുകൂടെ ഫിൽ ഖിബ്ലത്തി, ഖിബ്ലന്റെ മസലയിൽ പറഞ്ഞിട്ടുണ്ട് ഇവന് യോഗ്യനല്ലേ മറ്റൊരാളുടെ ഇജ്തിഹാദിനെ സ്വീകരിക്കണമെന്ന്. അപ്പൊ അവിടെ പിന്നെന്താണ്, രണ്ട് ആൾക്കാര് ഇഖ്തിലാഫായാല്, ആരിഫായ അതായത് ഖിബ്ലന്റെ അവിടെ ആരിഫായ രണ്ടാള് ഇഖ്തിലാഫായി കഴിഞ്ഞാൽ അപ്പൊ അയലമായ ആളാരാണെന്ന് നോക്കും. അല്ലെങ്കിൽ രണ്ടാള് എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികളല്ല, രണ്ട് കൂട്ടരാണ്. 5-6 ആൾക്കാർ ഇജ്തിഹാദ് ചെയ്ത്. അപ്പോ കൂടുതൽ ആള് പറയുന്നത് എങ്ങനെ, ഒരാൾ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് 3 ആൾ അങ്ങോട്ട് എന്ന് പറഞ്ഞു. അപ്പൊ കസറത്ത് കൊണ്ട് റുജഹാൻ വരും, അതിവിടെ വരും, അതിവിടെ വരൂല. അത് ആ തഫ്സീലിൽപ്പെട്ടതാണ്. മാമർ റബി തഫ്സീലി എന്ന് പറഞ്ഞ തഫ്സീലിൽപ്പെട്ടതാണ്. അത് നാം അതേ ലായുറജ്ജഹു ഹുന, ഇവിടുത്തെ കസറത്ത് ഖില്ലത്ത് തീരുമാനിക്കുന്നതിൽ തർജീഹാക്കപ്പെടൂല. ബി കസറത്തിൻ, അധികം ആളെ നോക്കിയിട്ട് തർജീഹാവൂല. അധികം ആള് പറയുന്നത് കസറത്താണെങ്കിൽ അല്ല, അതെ കസീറാണെങ്കിൽ കസീർ നോക്കുക, ഖലീലാണെങ്കിൽ ഖലീൽ നോക്കുക, അങ്ങനെയില്ല. വല അലമിയത്തിൻ, കൂടുതൽ ഇൽമുള്ള ആളിനെ നോക്കിയിട്ടും ഇവിടെ തർജീഹാവൂല. അത് ഇഖ്തിലാഫ് വരുമ്പോ എന്നർത്ഥം. ഇവ മറ്റൊരാളിലേക്ക് മടങ്ങുമ്പോൾ അവരിൽ ഇഖ്തിലാഫ് വന്നാൽ അങ്ങനെ വരൂല. അന്നല്ല അസലൽ ഖില്ലത്തു, കാരണം എന്താ അസല് ഖില്ലത്താണ്. അങ്ങനെ ഒരു എന്താണ് അസൽ അവിടെ പറയാനില്ല. അതുകൊണ്ട് ഖലീലാണോ കസീറാണോ എന്നുള്ളതിലേ അസല് ഖില്ലത്താണ് എന്ന് പറയുന്ന പോലെ ഖിബിലയിൽ ഒരു അസല് പറയാനുണ്ട്. ഈ ജിഹത്തിലാണ് അസല് ഖിബില എന്ന് അങ്ങനെ പറയാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് ഫൽ യഖുദ് ബിഹി, അവനെ അസല് കൊണ്ട് പിടിക്കട്ടെ. അപ്പൊ ഖലീലാന്ന് തന്നെ വെക്കുക. അതായത് എന്താണ്, ആരിഫീങ്ങളിലേക്ക് മടങ്ങുമ്പോൾ, ഇത് അറിയുന്ന ആളിലേക്ക് മടങ്ങുമ്പോൾ അവർ ഇഖ്തിലാഫായി കഴിഞ്ഞാൽ അപ്പൊ ഖലീലാന്ന് വെച്ചോട്ടെ, അപ്പൊ അഫുണ്ട്.
ബൽ വലോ ഖീല യഖുദു ബിഹി ഇബ്തിദാഅൻ, ഖലീലാണോ കസീറാണോ എന്ന് സംശയം വരുമ്പോ ഇവന് ജിത്തിയാദ് ചെയ്യണം, അല്ലെ ആരിഫിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞല്ലോ. ഇത് രണ്ടും ഇല്ലാതെ ഖലീലാണ് എന്ന് വെക്കണം എന്ന് പറഞ്ഞാൽ ലക്കാന ലഹു വജുഹുൻ, അതിനൊരു ന്യായമുണ്ട്. യഖുദു ബിഹി ഇജ്തിഹാദൻ എന്ന് പറഞ്ഞ ഇബ്തിദാഅൻ എന്ന് പറഞ്ഞാല് ഇജ്തിഹാദ് ചെയ്യാതെയും എന്ന പോലെ മറ്റുള്ളവരിലേക്ക് മടങ്ങാതെയും എന്ത് ചെയ്യുക, ഖലീലാണോ കസീറാണോ എന്ന് സംശയം വരുമ്പോ അത് ഖലീലാണെന്ന് വെക്കുക എന്നതാണ് മസല എന്ന് പറഞ്ഞാൽ അതിന് ന്യായമുണ്ട് എന്നാ പറഞ്ഞത്. പിന്നെ മുഅ്തബിറൻ, ഇജ്തിഹാദ് ചെയ്യേണ്ടത് എന്തുവാണ്, ഇവൻ പരിഗണിച്ചവനായ നിലയിൽ. ഇജ്തഹദ എന്ന് പറഞ്ഞല്ലോ മുസല്ലി, ആ മുസല്ലിന്ന് എന്താണ് ഹാലാണ്. ഇജ്തിഹാദ് ചെയ്യുമ്പോൾ ഇവൻ പരിഗണിക്കണം എന്തിന്, സമനെയും മക്കാനെയും പരിഗണിക്കണം. അതായത് സമനും സ്ഥലവും പരിഗണിക്കുമ്പോ ചില സ്ഥലത്ത് ഖലീലായത് മറ്റേ സ്ഥലത്ത് കസീറായിരിക്കും, ചില സമയത്ത് ഖലീലായത് ചില സമയത്ത് കസീറായിരിക്കും. നമ്മൾ തീനുഷാരിന്റെ അവിടെയൊക്കെ പറഞ്ഞില്ലേ, എന്നപോലെ ചില സമയത്ത് വല്ലാതെ ഈച്ചന്റെ ശല്യം ഉണ്ടാവും, അപ്പോ സൂക്ഷിക്കാൻ പ്രയാസമുള്ള അമ്മത്തിൽ ബൽവ അതൊക്കെ നോക്കുമ്പോ ചില സ്ഥലവും സമയമൊക്കെ നോക്കണോ, കസറത്തും കില്ലത്തും തീരുമാനിക്കാൻ. ഫമാറ അപ്പൊ അവന് ജിത്തിഹാദ് ചെയ്തിട്ട് എന്താണ് ഇവന് കണ്ടു, എന്ത് കണ്ടു, അഭിപ്രായപ്പെട്ടു, അന്നഹു മിമ്മാ യഗ്ലിബു തലത്തുഹു ബിഹി, അന്നഹു ഈ പറഞ്ഞ എന്താണ് നജസുകള്, ഖലീലാണോ കസീറാണോ എന്ന് സംശയിച്ച ഒരു നജസുണ്ടല്ലോ, അതാണ് അന്നഹു എന്ന് പറഞ്ഞത്. അത് മിമ്മാ യഗ്ലിബു തലത്തുഹു ബിഹി, അതുകൊണ്ടിട്ട് മലിനമാകൽ ഗാലിബാണ്. അതാ ഗാലിബായ ആദത്ത് എന്ന് പറഞ്ഞ, അത് ഗാലിബായും അങ്ങനെ സംഭവിക്കാറുണ്ട് എന്ന് കാണുന്ന ഒന്ന്, വയസുറുൽത്തിറാസു, അതിനിട്ട് സൂക്ഷിക്കൽ പ്രയാസവുമാണ് എന്ന് കാണുന്ന ഒന്ന് ഖലീലുൻ, അത് ഖലീലാവും. വയില്ല, അങ്ങനെ സൂക്ഷിക്കൽ പ്രയാസം ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ ഇത്രയും എന്താണ് ഈ പിന്നെ ദമു കൊണ്ടോ റൗസ് കൊണ്ടോ ഒക്കെ വനീമു കൊണ്ടോ ഒക്കെ തലത്തുഹാകൽ ഗാലിബല്ല, എന്നാൽ കസീറുൻ, അത് കസീറാണ്, അത് സമയവും സ്ഥലമൊക്കെ നോക്കിയിട്ട്. ഇനി വലൗ ശക്ക ഫി ഷൈഇൻ ഖലീലുൻ ഔ കസീറുൻ, അതെപ്പോഴാ സംശയം ഉണ്ടായപ്പോഴല്ലേ ഇജ്തിഹാദ് ചെയ്യണമെന്ന് പറഞ്ഞേ. അത് ഇജ്തിഹാദ് ചെയ്തിട്ട് പിന്നെയും സംശയം ബാക്കിയാണ് എന്നർത്ഥം. ഇജ്തിഹാദ് ചെയ്ത് പരിഹാരം ആയിട്ടില്ല. ഇജ്തിഹാദ് ചെയ്ത് അല്ലെങ്കിൽ ആരിഫിലേക്ക് മടങ്ങി എന്നിട്ട് എന്താക്കി, ഖലീലാണോ കസീറാണോ എന്നുള്ള തർക്കം തീർന്നിട്ടില്ല എന്നർത്ഥം. അവൻ മുതഹയ്യറായി മഷ്കൂക്കായി ബാക്കിയായി. എന്നാൽ ഫലഹു ഹുക്മുൽ ഖലീലി ഹുന, ഇവിടെയും വഫീമായെത്തി ശേഷം വരുന്നതിലും അവിടെ ഖലീലിന്റെ ഹുക്കുമാണ് എന്നാ. പിന്നെ വലോ തഫറക്കൻ നജസു, ഇനി നജസ് തഫറുക്കായി പല സ്ഥലത്തായിട്ടുള്ളത്, ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ആയിട്ട് പല സ്ഥലത്ത്, ഫി മഹാല്ല, പല മഹല്ലുകളിലായിട്ട് വേറെ വേറെ വിട്ടുപിരിഞ്ഞിട്ടാണുള്ളത്. വലോ ജുമിയ, അത് ഒരുമിച്ച് കൂട്ടിയാൽ കസുറ കസീറാകും. അപ്പൊ വലോ തഫറക്കൻ നജസു എന്ന് പറഞ്ഞാല് ഖലീലായ നേരത്തെ പറഞ്ഞ നജസ് അത് പല സ്ഥലങ്ങളിലായിട്ടുണ്ട്. ഇവിടെയും ഖലീലാണ്, അവിടെയും ഖലീലാണ്, അപ്പുറത്തും ഖലീലാണ്. അവിടെ ഒരു മുട്ട കടിച്ച് രക്തം വന്ന് ഇവിടെയും കടിച്ചിട്ടുണ്ട്, അപ്പുറത്തും ഉണ്ട് ഇപ്പുറത്തും ഉണ്ട്, ഇങ്ങനെ കുറെ സ്ഥലത്തുണ്ട്. എല്ലാം കൂടി നോക്കിയാൽ കസീറാവും. ലക്കാനലഹു ഹുക്മുൽ ഖലീൽ ഇൻദൽ ഇമാം, ഇമാമുൽ ഹറമൈന് പറഞ്ഞ അനുസരിച്ച് അത് ഓരോ സ്ഥലമേ നോക്കുള്ളൂ, അത് ഖലീലിന്റെ ഹുക്കുമാണ്, മജ്മൂ കൂട്ടൂല. വൽ കസീരി, കസീറിന്റെ ഹുക്കുമാണ് ആരുടെ അടുക്കല്, ഇൻദൽ മുത്തവല്ലി വൽ ഗസാലി, ഇമാം ഗസാലിയും ഇമാം മുത്തവല്ലിയും പറഞ്ഞ അനുസരിച്ച്. വൈരിഹിം, അതല്ലാത്തവരുടെ അടുക്കലും അത് കസീർ എന്നാ പറയുന്നത്. വറജ്ജഹു ബഅദുഹും, ബഅദ അതിനെ തർജീഹാക്കുകയും ചെയ്തിട്ടുണ്ട് കസീറ എന്നുള്ള അഭിപ്രായത്തെ. അപ്പൊ ഇതുവരെ പറഞ്ഞത് എന്താണ്, ഖലീലിനെ തൊട്ട് അഫുണ്ട്, കസീറിനെ തൊട്ട് അഫുവില്ല. ഖലീല് തന്നെ വിയർപ്പ് കൊണ്ട് പരന്നാലും അഫുവില്ല എന്ന് പറഞ്ഞു. അതിന് ഇസ്തിദ്റാക്ക് ഖുൽതു ഇമാം റളിയല്ലാഹു അൻഹു പറയാം, അല്ലസഹു ഇൻദൽ മുഹഖിഖീൻ അൽ അഫു മുത്തലഖൻ, ഈ പറഞ്ഞ കൈതൊന്നും ഇല്ലാതെ ദമുൽ ബറാഗീസ്, അതായത് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവികളുടെ രക്തം എന്ന പോലെ ദുബാബ് പോലത്തതിന്റെ അതുപോലെ തന്നെയാണല്ലോ, അതിന്റെ കാഷ്ടമൂത്ര, അതുപോലെ ഹുഫാഷിന്റെ കാഷ്ടമൂത്ര, ഇതൊക്കെ കസീറായാലും അഫുണ്ട് എന്നാണ് സഹ മുഹഖിഖീങ്ങളുടെ അടുക്കൽ മത്തനിൽ പറഞ്ഞ. അതിന് എന്താണ് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറയുന്നത്, ബൽഫിൽ മജ്മൂഇ, എന്നാൽ മജ്മൂഇൽ ശറഹുൽ മുഹദ്ദബിൽ ഉണ്ട് അന്നഹുൽ അസഹു ബിത്തിഫാഖിൽ അസ്ഹാബീൻ, ഇതാണ് അസഹ് എന്നുള്ളത് അസ്ഹാബിന്റെ ഇത്തിഫാഖാണ്. അപ്പോ അസഹ് എന്ന് പറഞ്ഞാല് അസ്ഹാബിന്റെ ഇടയിൽ ഖിലാഫ് ഉണ്ട് എന്നല്ലേ. പിന്നെ ബിത്തിഫാഖിൽ അസ്ഹാബി എന്ന് പറഞ്ഞാലോ
അത് മുത്തഅഖിരീങ്ങളായ അസ്ഹാബ് തർജീഹാക്കിയതിലുള്ള ഇത്തിഫാക്കാണ്. ആദ്യത്തെ ഇഖ്തിലാഫോ അത് മുത്തഖദ്ദിമീങ്ങളായ അസ്ഹാബിന്റെ ഇടയിൽ ഖിലാഫാണ്. മുത്തഅഖിരീങ്ങളായ അസ്ഹാബ് അതിനെ തർജീഹാക്കിയപ്പോൾ അവർ ഇത്തിഫാക്കായി. ഏത് ഈ അൽഅഫു മുത്തലക്കൻ എന്നത്, അതാ ഇത്തിഫാക്ക് എന്ന് പറഞ്ഞ. വല്ലാഹു അലം. വൈൻ കസുറ, അപ്പൊ മുത്തലക്കൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറയാ അത് കസീറാണെങ്കിലും അഫുണ്ട് മുന്തശിറൻ പരന്നെങ്കിലും അറക്കൻ അറക്കുകൊണ്ട് പരന്നു. വൈൻ ജാവസൽ ബദന ഇല സൗബി, അത് മാത്രല്ല അങ്ങനെ ശരീരത്തിൽ നിന്ന് വസ്ത്രത്തിലേക്ക് വിട്ടുകടന്നെങ്കിലും, ശരീരത്തിലാണ് എന്ത് ആദ്യം പറ്റിയത്, എന്നിട്ട് അതീനെന്താക്കി വസ്ത്രത്തിലേക്ക് പറ്റി, എന്നാലും അഫുണ്ട്. കമക്തലാഹു ഇത്ലാഖുഹും, അവര് മുത്തലക്കൻ അഫുണ്ട് എന്ന് പറഞ്ഞാൽ ഏതവസ്ഥയാണല്ലോ, ഒരു കൈതും പറഞ്ഞിട്ടില്ല. അപ്പൊ വൈൻ ജാവസ എന്നുള്ളതിനെ അവരുടെ ഇത്ലാഖ് തേടുന്നുണ്ട്. അപ്പൊ വേറൊരു വിഷയമുണ്ട്, വലായുനാഫിഹി, ഈ ഫസ്ദ് പോലത്തതിന്റെ ദമില് അത് അഫുണ്ടാകണമെങ്കിൽ മഹല്ല് വിട്ട് കിടക്കരുത് എന്നൊരു കൈത് ശേഷം വരുന്നുണ്ടല്ലോ, അതും ഇതുമായിട്ട് എതിരാവൂലേന്ന്. ഫസ്ദ് പോലത്തെന്ന് ഫസ്ദ് ഹിജാമത്തും ഒക്കെ ചെയ്യുമ്പോ അവിടുന്ന് വരുന്ന രക്തത്തിനെ തൊട്ട് അഫു ഉണ്ടാകണമെങ്കിൽ അതതിന്റെ മഹല്ല് വിട്ട് കിടക്കരുത്, വേറൊരു സ്ഥലത്തേക്ക് പറ്റരുത്, വസ്ത്രത്തിലേക്ക് പറ്റരുത് എന്നൊക്കെ ഉണ്ട്. അപ്പൊ അതും ഇതും എതിരാവൂലേ? അതെതിരല്ല. വലായുനാഫിഹി, ഈ വസ്ത്രത്തിലേക്ക് വിട്ട് കിടന്നാലും അഫുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ലാക്ക് തേടിയതിനെതിരല്ല. മായെത്തി ശേഷം വരുന്ന ഒന്ന് ഫി ദമി നഹവിൽ ഫസ്ദി, ഫസ്ദ് പോലത്തെ എന്റെ രക്തം അതിൽ വരുന്നുണ്ട്, അത് മഹല് വിട്ട് കിടക്കരുത്, എതിരല്ല. കാരണം എന്താ? ലിഅന്നലിബിത്തിലാ ഹുന അക്സറു, ഇവിടെ ബലാ അക്സറാണ്. ഈ പൂച്ചയും അല്ല എന്താണ് ഈ കൊതുകും എന്ന പോലെ ഈച്ചയും ചെള്ളും പേനും ഇതിന്റെയൊക്കെ രക്തവും കാഷ്ടവും അതും ഇതൊക്കെ എന്ന് പറഞ്ഞത് ബലാ കൂടിയതാ. ഫസ്ദ് ഹിജാമത്ത് എന്ന് പറഞ്ഞത് ആരെങ്കിലും എപ്പോഴെങ്കിലും ചികിത്സാർത്ഥം ചെയ്യുന്നൊരു കാര്യമല്ലേ, അതാണ് വ്യത്യാസം. ബൽ അതവിടെ സൂക്ഷിക്കാനും എന്താണ് പ്രയാസമില്ലല്ലോ. ബൽ വൈൻ തഫാഹശാവ തബ്ബഖ സൗബ അലൽ മുഅ്തമദി, അപ്പോ വൈൻ ജാവസ വൈൻ കസുറ അതിന്റെ മേലെ എത്തുഫായിട്ട് ആ മുത്തലക്കിന്റെ മുബാലകത്ത. വൈൻ തഫാഹഷ, അത് കെസീറായി എന്ന് മാത്രമല്ല വളരെ കൂടുതലാണ് എന്ന്. തഫാഹഷ എന്ന് പറഞ്ഞാല് കെസറത്തിലും കെസറത്താണ്. അപ്പോ എന്ന് മാത്രല്ല ആ തഫാഹുഷ് എത്രത്തോളം എത്തി, തബ്ബഖ സൗബ, വസ്ത്രത്തിനെ മൂടിക്കളഞ്ഞു. തബ്ബക്ക എന്ന് പറഞ്ഞാൽ അമ്മമാന്നർത്ഥം. പിന്നെ വസ്ത്രം നിറച്ചതാ, എന്നാലും അഫുണ്ട് അലൽ മുഅ്തമദി, അങ്ങനെ സൂക്ഷിക്കാൻ പ്രയാസമല്ലേ. അതുകൊണ്ട് മഹല്ലുൽ അഫുന ഫീമ മറവയെത്തി, അഫുണ്ട് എന്ന് പറഞ്ഞതിന് ഒന്ന് രണ്ട് കൈത് കൊടുക്കണം. ഇല്ലത്ത് കസരത്ത് വിയർപ്പ് കൊണ്ട് പരക്കാതിരിക്കുക, സ്ഥലം വിട്ട് കിടക്കാതിരിക്കുക, ആ പറഞ്ഞ കൈതല്ല, വേറെ കൈത് കൊടുക്കണം. അതാ മഹല്ലുൽ അഫുന ഇവിടെയും ഫീമ മറ മുമ്പ് കഴിഞ്ഞെടുത്തും വയ്യെത്തി ശേഷം വരുന്നിടത്തും. പിന്നെ ഹൈസുലം യഖ്തലിത്ത് ബി അജ്നബിയിൻ, അതായത് മഹല്ലുൽ ഇസ്തിജ്മാർ ആണല്ലോ മാമറ എന്ന് പറഞ്ഞത് അല്ലെ. പിന്നെ ഇത് എന്ന് പറഞ്ഞത് ഈ ദമുൽ ബറാഗൈസ്, അതുപോലെ വനീമുൻ സുബാബ്, ഇങ്ങനെ ഈ പറഞ്ഞത്. ശേഷം വരുന്നു അവിടെ എന്താണ് അജ്നബിയുമായി കൂടിക്കലരരുത് എന്നാണ്. അപ്പൊ അജ്നബി എന്ന് പറഞ്ഞാൽ അറക്കിപ്പോ അജ്നബിയല്ല, അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ എന്താക്കി പരന്നാലും കുഴപ്പമില്ല എന്നാണ്. അജ്നബി അല്ലാത്തതിന് ശേഷം പറയുന്നുണ്ട് ഏതാണെന്നുള്ളത്. അജ്നബി അല്ലാത്തതുമായി കൂടിക്കലരുത് എന്നാലേ അഫുള്ളൂ. ഇല്ല അങ്ങനെ അജ്നബിയുമായി കൂടിക്കലർന്നാൽ ലം യുഫഅൻ ശൈഇൻ മിൻഹു, ഈ പറഞ്ഞ ഒന്നിനെ തൊട്ടും അഫുവില്ല. ശൈഇൻ മിൻഹു എന്ന് പറഞ്ഞാൽ ഖലീലായാലും അഫുവില്ല എന്നർത്ഥം. കദാ ദക്കറഹു കസീറൂൻ, കണ്ടോ അസ്ഹാബിൽ നിന്ന് ഒരുപാട് പേര് ഇത് പറഞ്ഞു. പക്ഷേ മഹല്ലുഹു അൻ ശൈഇൻ മിൻഹു എന്ന് പറഞ്ഞത് അത് ഖലീലാണെങ്കിലും എന്നാണല്ലോ, അങ്ങനെയാണ് കസീറും പറഞ്ഞത്. പക്ഷേ മഹല്ലുഹു അങ്ങനെ കൂടിക്കലരുമ്പോ അഫു ഇല്ല എന്ന് പറഞ്ഞതിന്റെ മഹല്ലാകുന്നത് ഫിൽ കസീരി, കസീറിലാണ്. കൂടിക്കലരാതിരിക്കണം എന്ന് പറഞ്ഞത് കസീറിന് അഫു ഉണ്ടാകാനോ ഖലീലിന് അഫു ഉണ്ടാകാനോ കൂടിക്കലർന്നാലും കുഴപ്പമില്ല എന്ന. വയില്ല അങ്ങനെ മഹല്ലുഹു ഫിൽ കസീരി എന്ന് പറയുന്നില്ലെങ്കിൽ, അതായത് ഖലീലായാലും ശരി മറ്റൊന്നുമായി കൂടി അജ്നബിയുമായി കൂടിക്കലർന്നാൽ അഫു ഇല്ല എന്ന് പറഞ്ഞാൽ നാഫാഹു അപ്പറഞ്ഞതിനോട് എതിരാകും. പിന്നെ മാഫിൽ മജ്മൂഇ അനിൽ അസ്ഹാബി, അസ്ഹാബിനെ തൊട്ട് മജ്മൂഇൽ നഖൽ ചെയ്യപ്പെട്ട ഒന്ന് എതിരാകും. ഫിഖ്തിലാത്തി ദമിൽ ഹൈലി ബിർരീഖി, അല്ല ഹൈലി രക്തം എന്ത് ചെയ്തു രീക്കുമായി കൂടിക്കലരുന്നതിൽ അഫുണ്ട് എന്നാ. അപ്പൊ ആ പറഞ്ഞതോ രീക്ക് അജ്നബിയല്ലേ,
അതായത് ഹൈലിന്റെ രക്തം വസ്ത്രത്തിൽ പറ്റിയപ്പോ അത് അതിന്റെ അയിനൊന്ന് പോകട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്താക്കി, തുപ്പല് തൊട്ടിട്ട്, വെള്ളമൊക്കെ കുറഞ്ഞ കാലല്ലേ, അപ്പൊ തുപ്പലാക്കിയിട്ട് എന്തിങ്ങനെ ചുരണ്ടി. എന്നാൽ ഇപ്പൊ അഫു ഉണ്ടാവോ? അജ്നബിയായി കൂടിക്കലർന്നാൽ ഖലീലിനും അഫു ഇല്ലാന്ന് പറഞ്ഞാൽ അഫു ഇല്ലാന്ന് പറയണ്ടേ, പക്ഷെ അവിടെ അഫു ഉണ്ട് എന്നാണ് ആ മജ്മുഇലുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് എന്താക്കേണ്ടത്, ഇത് കസീർ എന്ന് വെക്കേണ്ടത്. അതെ, ആ ഇഖ്തിലാത്ത് എവിടെ? ഫി ഹദീസ് ആയിഷത്ത് റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവിന്റെ ഹദീസിൽ പറഞ്ഞ ആ ഇഖ്തിലാത്ത്, അതിനെ തൊട്ട് അഫു ഉണ്ട് എന്നാ. അന്നഹു മഅദാലിക യുഫാ അൻഹു, എന്താണ് മജ്മുഇലുള്ള ഒന്ന്, മാഫിൽ മജ്മുഇ എന്ന് പറഞ്ഞാൽ അതിന് ബദലാണ്. അന്നഹു മഅദാലിക, ഈ ദമുൽ ഹൈദ് മഅദാലിക ഇഖ്തിലാത്തും ബിർരീഖോടുകൂടെ യുഫാ അൻഹു, അത് അഫു ചെയ്യപ്പെടും. ലി ഖില്ലത്തിഹി, ആ ദമു ഖലീലായതുകൊണ്ട്. ദമു ഖലീലാവുമ്പോ അതിനോട് അജ്നബി കൂടിക്കലർന്നാലും കുഴപ്പമില്ല. അപ്പൊ ഖലീല് കസീർ എന്ന് പറഞ്ഞത് നജസിനെ കുറിച്ചാ, അല്ല കൂടിക്കലരുന്ന സാധനത്തിനെ കുറിച്ചല്ല. കമായി എത്തിയ ശേഷം വരുന്നുണ്ട്. ഹറജബിൽ അജ്നബി, ഇനി അജ്നബി കൂടിക്കലരരുത് എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അജ്നബി അല്ലാത്ത കൂടിക്കലർന്നാലോ കുഴപ്പമില്ല. ഈ അജ്നബി ഏതാണ് അജ്നബി? വഹുവ മാലം യഹ്തജ്ലി മുമാസത്തിഹി, അത് തൊടൽ ആവശ്യമില്ലാത്ത സംഗതിയാ. ഇവന്റെ വസ്ത്രത്തില് അല്ലെങ്കിൽ ഇവന്റെ ശരീരത്തിലും ഒക്കെ തൊടല് ആവശ്യമില്ലാത്ത കാര്യമാണ് എന്തെന്ന് പറയുന്നത് അജ്നബി എന്ന് പറഞ്ഞത്. ഏതുപോലെ ഖറജബിൽ അജ്നബി, അജ്നബി കൊണ്ട് ഖാരിജായി. നഹു മാഇ തുഹ്റിൻ, തുഹ്ർ തതഹുർ, കുളിക്കുന്നതോട് കൊടുക്കുന്നതിന്റെ ഒക്കെ വെള്ളം, അത് എന്താണ് ഈ വസ്ത്രത്തിൽ മൂട്ടന്റെ രക്തമുള്ള എടുത്ത് അല്ലെങ്കിൽ കൊതുവിന്റെ കാഷ്ടമുള്ള എടുത്തൊക്കെ തെറിച്ച് എന്നിട്ട് പരന്ന കുഴപ്പമില്ല, ഉണ്ട്. പിന്നെ ഷുറുബിൻ എന്ന പോലെ കുടിക്കുന്ന വെള്ളം, അയിനിറ്റി. തെൻഷീഫിൻ എഹിത്താജഹു എന്ന പോലെ തോർത്തുന്നതിനുള്ള വെള്ളം. എഹിത്താജഹു, തോർത്തെന്ന് പറഞ്ഞാൽ തുടച്ചു മാറ്റുക എന്നർത്ഥം. എണ്ണയൊക്കെ ആയത് തുടച്ചു മാറ്റാൻ വേണ്ടി ചിലപ്പോൾ എന്താക്കേണ്ടി വരും, ഒന്ന് വെള്ളം നനച്ചോ അല്ലെ വെള്ളം കുറഞ്ഞൊക്കെ തുടക്കേണ്ടി വരും. അപ്പൊ അതാ പറഞ്ഞ ആ തൻഷീഫ് ഇവന് ആവശ്യമുള്ളതാണ്. അപ്പൊ അങ്ങനത്തേന് വേണ്ടി ഉപയോഗിച്ച വെള്ളം അതൊക്കെ അജ്നബിയല്ല. ഓ ബുസാക്കിൻ എന്ന പോലെ ബുസാക്കും, ബുസാക്ക് പോലത്തതും ഖാരിജായിന, അത് മാവിന്റെ മേലത്തുഫ. ഫി സൗബിഹി, അവന്റെ വസ്ത്രത്തില്, ഫി സൗബി, അവന്റെ വസ്ത്രത്തിൽ തുപ്പണ്ടി വന്നു. കദാലിക്കാന്ന് പറഞ്ഞാല് ഇവൻ ആവശ്യമുള്ള ബുസാക്ക് എന്ന്, അതായത് അപ്പുറം ഇപ്പുറം ഒന്നും തുപ്പാൻ പറ്റിയില്ലെങ്കിൽ വസ്ത്രത്തിൽ തുപ്പിയിട്ട് എന്താണ് ഉടച്ചു കളയണം എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ തുപ്പിയപ്പോ എന്തായി, ഈ കൊതുവിന്റെ കാഷ്ടമുള്ള സ്ഥലത്തായി പോയി. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അഫുല്ലാതെ വരും, അതില്ല. അപ്പൊ മാ ഈ ബലലി റസി എന്ന പോലെ ആ തലയിലെ നനവിന്റെ വെള്ളവും, ആ നനവ് എങ്ങനെ വന്നതാ? മിൻ ഹുസ്ലി തബറുദ്ദിൻ ഔ തനല്ലുഫിൻ, നേരത്തെ പറഞ്ഞ മാ തുഹുർ പറഞ്ഞ്. അപ്പൊ വലിയ ശുദ്ധിന്റെ കുളിയാണെങ്കിൽ അത് അതിൽ പെട്ടല്ലോ. അതാ പറഞ്ഞ ഇത് തബറുദ്, ഈ നനവ് എങ്ങനെ വന്നതാണ്? ഒന്ന് തണുക്കാൻ വേണ്ടി കുളിച്ചതാണ്, അല്ലെങ്കിൽ അഴുക്കുവാൻ വേണ്ടി കുളിച്ചതാണ് എന്നാ. അതും ഇവന് ആവശ്യമുള്ളതാണ്, അത് അജ്നബിയല്ല. ഇപ്പൊ മുമാസി ആലത്തിന് ഹവി ഫസാദിൻ എന്ന പോലെ, ഫസാദ് ഫസ്ദ് ചെയ്യുന്ന ആളുടെ, അവനെ പോലത്തവൻ എന്ന് പറഞ്ഞാൽ ഹജ്ജാം, ഹല്ലാക്ക്, മുടി പഠിക്കുന്ന ആള്, അവരുടെയൊക്കെ ആലത്തിൽ തൊട്ട ഒന്നും, അവരുടെ ആലത്ത് കത്തി അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ഉളിയും മറ്റും, അതിന്റെ അതിൽ തൊട്ട ഒന്നും അതുപോലത്തതും ഖാരിജായിന, മാവിന്റെ മേലെത്തുഫാണ്. അപ്പൊ ആ തൊട്ട വസ്തു എന്താ? മിൻ ദീഖിൻ, ഒന്നിൽ ഇവന്റെ തുപ്പല്, ഔ ദുഹ്നിൻ അല്ലെങ്കിൽ എണ്ണ, ഇതൊക്കെ ആലത്തിൽ പരട്ടിയിട്ടുണ്ട്. അപ്പൊ അതെന്താണ്? ഈ രക്തവുമായി കൂടിക്കലർന്നാല്, അല്ലെങ്കിൽ അപ്പൊ അവിടെ നമ്മള് ദമു ഫസ്ദ് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ, അത് ഈ പറഞ്ഞ എന്താണ്? രക്തവുമായിട്ടോ, ദമു ബുർഗൂസ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ വനീമ സുബാബ്, അതുമായി കൂടിക്കലർന്ന കുഴപ്പമില്ല. വസായിരി മഹത്തി ജയിലി, ഇത് ഉദാഹരണം പറഞ്ഞതാ. ഇതുപോലത്തെ എന്താണ് മറ്റ് ഇവന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ, അതൊന്നും അജ്നബിയല്ല. കമാ സറഹ ബിഹി ശൈഖുനാ ബിൽ അഖീരി, അവസാനം പറഞ്ഞത് മുമാസി ആലത്തിന് ഫസാദില് ശൈഖുന സക്കരിയ്യൽ അൻസാരി റഹിമഹുല്ലാഹ് സരീഹാക്കിയിട്ടുണ്ട്. വഗൈറുഹു, മറ്റുള്ളവർ സരീഹാക്കിയിട്ടുണ്ട്. ഫിൽ ബാക്കി, ബാക്കിയുള്ളതിൽ. അതുകൊണ്ടൊന്നും കൂടിക്കലർന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാല അയിനി ശേഖന, ശേഖുന പറഞ്ഞ് ബിഖിലാഫ് ഇഖ്തിലാത്തി ദമി ജുർഹിർ റസി, കണ്ടോ ഈ പറഞ്ഞതൊക്കെ അജ്നബിയല്ല, അതുകൊണ്ട് കൂടിക്കലർന്ന കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഇത് അജ്നബിയാണ്. ഏത്? ബിഖിലാഫ് ഇഖ്തിലാത്തി ദമി ജുർഹിർ റസി, തലയിലെ മുറിവിലെ രക്തം കൂടിക്കലരുന്നതിനെതിരായിട്ട്. ഇന്ത ഹൽഖിഹി, മുറിവുണ്ടായത് എപ്പോഴാ?
തല മൊട്ടയടിച്ചപ്പോ മുണ്ടനം ചെയ്തപ്പോ എന്താണ് മുറിവുണ്ടായി? അതിലെ രക്തം കൂടിക്കലർന്നു. എന്തുമായി കൂടിക്കലർന്നു? ബി ബലലി ഷാരിഹി, ഇവന്റെ രോമത്തിലെ, തലയിലെ രോമുണ്ടല്ലോ, ആ രോമത്തിലെ നനവുമായി കൂടിക്കലർന്നു. എന്നാലേ അഫുവില്ല എന്നാ പറയുന്നത്. അതിപ്പോ അജ്നബി കൂടിക്കലർന്നതാണ്. ഔ ബി ദവാ ഇൻ ഉലിയ അലൈഹി, അല്ലെങ്കിൽ ആ രക്തം ആ മുറിവിൽ വെച്ച, ഉലിയ അലൈഹി, ആ മുറിവിൽ വെച്ച മരുന്നുമായി കൂടിക്കലർന്നു, ഓയിൽമെന്റുമായി കൂടിക്കലർന്നു. എന്നാല് അഫുവില്ല എന്ന് പറഞ്ഞു. ഇതിനെതിരായിട്ട് അപ്പോ ഖറജ ബിൽ അജ്നബിയ്യി നഹു മാഇ തുഹ്റിൻ ബി ഖിലാഫ് ഇഖ്തിലാത്തി നഹ്വി ജുർഹിദ്ദമീനാണ്. ഇതെന്താ അഫുവില്ലാത്തതിൽ നുദ്റത്തിഹി, ഇത് നാദിറാണ്. മുറിവുണ്ടാവുമ്പോ അതില് എന്റെ രക്തം അല്ലെങ്കിൽ അതിൽ വെക്കുന്ന മരുന്ന് ഇതുമായി കൂടിക്കലരുക എന്നുള്ള സംഭവം നാദിറാണ്. അതുകൊണ്ട് ഫലാ മശക്കത്ത ബിൽ ഇഹ്തിറാസി അൻഹു, അപ്പൊ അതിനെ തൊട്ട് സൂക്ഷിക്കൽ പ്രയാസമില്ല. ഇന്ദഹ ശൈഖുന അങ്ങനെ പറഞ്ഞു. പക്ഷെ വഫീഹി നദറുൻ, അതിന് നദറുണ്ട്. വമാ അല്ലല ബിഹി മംനൂഉൻ, ഇഹ്തിറാസ് പ്രയാസമില്ല എന്നാണല്ലോ ഇല്ലത്ത് പറഞ്ഞത്. നാദിറാണ് എന്ന പോലെ ഇഹ്തിറാസ് പ്രയാസമില്ല എന്ന് പറഞ്ഞ ഇല്ലത്തും സ്വീകാര്യമല്ല. ഇനി വലായുനാഫി മാത്തക്കറ, ഇപ്പൊ നമ്മൾ ഉറപ്പിച്ചില്ലേ, അപ്പൊ ആ ഉറപ്പിച്ച ഒന്ന് എതിരല്ല. എന്തിനെതിരല്ല? എന്താണ് ഇപ്പൊ ഉറപ്പിച്ചത്? അജ്നബിയ്യു കൊണ്ട് ഇപ്പറഞ്ഞതെല്ലാം ഖാരിജായി എന്നാണ് ഇപ്പൊ നമ്മളിപ്പോ ഉറപ്പിച്ചത്, അല്ലെ? അത് ഇത്ലാഖ അബി അലിയിൻ, ഇമാം അബു അലി റഹിമഹുള്ള ഇത്ലാഖാക്കിയതിനെതിരല്ല. എന്താണ്? തഹ്സീറ റുതൂബത്തിൽ ബദനി, ശരീരത്തിലെ നനവ് തഹ്സീർ ചെയ്യും. അപ്പൊ ശരീരത്തിലെ നനവുമായി കൂടിക്കലർന്നു കഴിഞ്ഞാല് അഫുവില്ല എന്ന് പറഞ്ഞ് ഇത്ലാഖാക്കിയിട്ടുണ്ട്. അത് എതിരല്ല. കാരണം എന്താ? അന്നഹു മഹ്മൂലുൻ, ആ ഇത്ലാഖ് ഹംല് ചെയ്യേണ്ടതാണ് അല തറത്തുബിഹി ബിഗൈരി മുഹ്താജിൻ ഇലൈഹി. അത് ആവശ്യമില്ലാത്തത് കൊണ്ടിട്ടുള്ള നനവാകുമ്പോഴാണ്. വെറുതെ വെള്ളം കയറുമ്പോഴത്തൊഴിച്ചതാണ്, ആവശ്യമൊന്നുമില്ല. നേരത്തെ പറഞ്ഞ തുഹുറിന്റെ വെള്ളമോ അല്ലെങ്കിൽ തനല്ലുഫിന് വേണ്ടിയോ തബറുദിന് വേണ്ടിയോ ഒക്കെ കുളിക്കുന്ന വെള്ളം, അങ്ങനത്തെ ഒന്നും അല്ലാതെ വെറുതെ വെള്ളം കോരി ഒഴിച്ച് കളിച്ചതാണ് നടത്താം. അപ്പൊ മുഹ്താജുൻ ഇലൈഹി അല്ലാത്തതാവുമ്പോ അജ്നബിയാണല്ലോ. അജ്നബിയായി കൂടിക്കലർന്നാൽ അഫുവില്ല എന്ന് പറയുകയും ചെയ്തല്ലോ. ബൽ അത്ലഖ ബഅ്ദുഹും അൽ മുസാമഹത ബിൽ ഇഖ്തിലാത്തി ബിൽ മായി എന്ന് മാത്രല്ല, ചിലവർ ഇത്ലാഖാക്കിയിട്ടുണ്ട്. ഒന്ന് ഇങ്ങനെ ഹംല് ചെയ്യണം, അല്ലെങ്കിൽ ആ പറഞ്ഞ ആ ഇത്ലാഖ് ശരിയാവില്ല. കാരണം അതിന്റെ മുക്കാബിലയിൽ വേറെ ഇത്ലാഖുണ്ട്. എന്താണ് ആ ഇത്ലാഖ്? വെള്ളവുമായി കൂടിക്കലർന്നാൽ മുസാമഹത്തുണ്ട് എന്ന് ഇത്ലാഖാക്കി എന്ന് പറഞ്ഞാല് ആ വെള്ളം മുഹ്താജുൻ ഇലൈഹിയായ നനവാണെങ്കിലും ആ രീതിയിൽ എത്തിയ വെള്ളമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ശരി എന്നർത്ഥം. വസ്തദല്ല ലഹു, എന്നിട്ട് ആ ബഅദ് അതിന് തെളിവ് പിടിച്ചു. ബി നഖലിൽ അസ്ബഹി, ഇമാം അസ്ബഹി നഖല് ചെയ്തതിന് ഇതിന് തെളിവാക്കി പറഞ്ഞിട്ടുണ്ട്. അനിൽ മുത്തവല്ലി വൽ മുതാഖിരീൻ, മുതാഖിരീങ്ങളെ തൊട്ടും മുത്തവല്ലി ഇമാമിനെ തൊട്ടും നഖല് ചെയ്തു. ഉള്ള നഖല് അവരെന്താ നക്കൽ ചെയ്തത്? അസ്ബഹി ഇമാം എന്താ നക്കൽ ചെയ്തത്? ഇവരെ തൊട്ട് മായു അയ്യിദുഹു, ഈ പറഞ്ഞ മുത്തലക്ക് മുസാമഹത്ത്, വെള്ളവുമായി കൂടിക്കലരുമ്പോ എന്നതിനെ തെയ്യീദാക്കുന്ന ഒന്നിനെ നക്കൽ ചെയ്തിട്ടുണ്ട്. ആ നക്കൽ തെളിവായും പറഞ്ഞിട്ടുണ്ട് ഈ ബഅദ് എന്നർത്ഥം. ഇനി ഹൈസുക്കാന ഫി മൽബൂസിൻ, അതെന്തിന്റെ മേലെത്തുഫ? ഹൈസുലം യഖ്തലിത്ത് എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതിന്റെ മേലെത്തുഫാണ്. പിന്നെ വമഹല്ലുഹു ഫിൽ കസീരി, അല്ല മത്തിലല്ലേ പറഞ്ഞേ? നഅം അല്ല സറഹില നഅം മഹല്ലുൽ അഫ്വി ഹുനാ വഫീമാ മർറ വയതി ഹൈസു ലം യഖ്തലിത് ബി അജ്നബിയ്യിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മേലെ അത്ഫാണ്. വഹൈസു അഫു ഉണ്ടാകലപ്പോഴാ ഹൈസു കാന ഫി മൽബൂസിൻ, വസ്ത്രത്തിലാകുക അപ്പോഴുമാണ്. എങ്ങനെ വസ്ത്രം? ലം യതഅമ്മദ് ഇസാബത്തഹു ലഹു, ഇവൻ ബോധപൂർവം എന്ത് ചെയ്തിട്ടില്ല. ഇസാബത്തഹു, ഈ പറഞ്ഞ ദമുൽ ബുറൂസ് പോലത്തെ അഫുള്ള നൈസുണ്ടല്ലോ, അതിനെ പറ്റിക്കുക, ലഹു ഈ വസ്ത്രത്തിലേക്ക് പറ്റിക്കുക എന്നത് ബോധപൂർവം ചെയ്തിട്ടില്ല. അങ്ങനെ ആവുമ്പോഴാ ഇല്ല. അങ്ങനെ ബോധപൂർവം ചെയ്താലോ? ഏതുപോലെ കാൻ ഖത്തല കംലൻ ഫി ബദനിഹി, അവനൊരു പേനെ കൊന്നു ഇവന്റെ ശരീരത്തിൽ വെച്ച്, സൗബിഹി അല്ലെ അവന്റെ വസ്ത്രത്തിൽ വെച്ച്, അസാബഹു അങ്ങനെ ശരീരത്തിലോ വസ്ത്രത്തിലോ എത്തി, മിൻഹു ഈ പേനിൽ നിന്ന് ദമുൻ രക്തം പറ്റി. അവ ഹമല സൗബൻ അല്ലെങ്കിൽ ഒരു വസ്ത്രം ഇവൻ ഹംലി ചെയ്തു, ചുമന്നു, ഫീഹി അതിലുണ്ട് ദമു ബറാഗൈസ് മസലാൻ, ബുറൂസ് എന്ന് പറഞ്ഞ ഉദാഹരണമാണ്. അപ്പൊ അതിന്റെ എന്താണ് രക്തം പോലത്തതുണ്ട്, അതിനെ ചുമന്നു. ഔ സല്ല അലൈഹി അല്ലെങ്കിൽ അതിന്റെ മേലിൽ നിന്ന് നിസ്കരിച്ചു, അത് വിരിച്ചിട്ട് അതിൽ നിന്ന് നിസ്കരിച്ചു. ഇതൊക്കെ എന്താണ്? ലം യുഅഫ ഇല്ല അനിൽ ഖലീലി.
അപ്പൊ ഇല്ല ലം യുഅഫ എന്നാണ് ജവാബ്. അതിന്റെ ഉദാഹരണം പറഞ്ഞാണ് ബോധപൂർവമാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഖലീലിനെ തൊട്ടേ അഫുള്ളൂ, കസീറിനെ തൊട്ടേ അഫുവില്ല. നഅം ലിമാ ലബിസഹു സായിദൻ ലി തജമ്മുലിൻ. അപ്പൊ ഇവന്റെ വസ്ത്രത്തിലാകണം എന്ന് പറഞ്ഞല്ലോ. ബോധപൂർവ്വം അതിൽ ഈ നജസ് വരട്ടുക എന്നുദ്ദേശമില്ലാത്ത രീതിയിൽ ധരിച്ച വസ്ത്രത്തിലായിരിക്കണം എന്ന് പറഞ്ഞപ്പോ അത് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടി ധരിച്ചതാണെങ്കിലോ, അത് വസ്ത്രം ധരിക്കൽ 2-3 നിലക്കുണ്ടല്ലോ. ഒന്ന് ഔറത്ത് മറക്കാൻ ധരിക്കും എന്ന പോലെ സാധാരണ ഒരു വസ്ത്രം ധരിക്കലുണ്ട്. അതിനേക്കാൾ ഉപരിയായി വല്ല പ്രത്യേകമായി ഒന്ന് അണിഞ്ഞൊരുങ്ങലുണ്ട്. അപ്പൊ അങ്ങനെ പ്രത്യേകമായി അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിയിട്ടുള്ള സായിദയായ വസ്ത്രമാണെങ്കിലോ ഔനഹവിഹി തജമ്മുല് അല്ലെ അതുപോലത്തത് ശക്തമായ തണുപ്പുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് തണുപ്പിന് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അതുപോലെ സായിദയായി ഇവൻ ധരിച്ച ഒന്നിനുണ്ട്, ഒരു വസ്ത്രത്തിനുണ്ട് ഹുക്കുമു ബഖിയ്യത്തി മൽബൂസിഹി അലൽ ഔജഹി, മറ്റു വസ്ത്രങ്ങളുടെ ഹുക്കും തന്നെയാണ്. അപ്പൊ അതിലാണെങ്കിലും അഫു ഉണ്ട് എന്നർത്ഥം. ഖിലാഫല്ലി ഖളിയ്യത്തി കലാമിൽ ഖാലി ഹുസൈൻ റഹിമഹുള്ളാന്റെ കലാമിന്റെ ഖളിയക്കെതിരായിട്ട് അവർ പറയുന്നത് ഇങ്ങനെ സായിദയായ വസ്ത്രം അതിന് ഈ അഫു ഇല്ല എന്ന. വബിൻ നിസ്ബത്തി എന്ന പോലെ പിന്നെയും ഒരു കൈതും കൂടി. ഹൈസുഖാന ഫി മൽബൂസിന് ഹൈസുലം യഖ്തലിത്ത് അതിന്റെ മേലെത്തുവാണ് ഹൈസുഖാന ഫി മൽബൂസിന് എന്ന പോലെ അതിന്റെ മേലെത്തുവാണ്. ബിൻ നിസ്ബത്തി അഫുണ്ട് എന്ന് പറഞ്ഞത് ബിൻ നിസ്ബത്തിൽ നഹവി സലാത്തി നിസ്കാരം പോലത്തെ കൊള്ള നോക്കിയിട്ടാണ് അഫുണ്ട് എന്ന് പറഞ്ഞത്. ലാലി നഹവി മാഇൻ കലീലിൻ കലീലായ മാ കൊള്ള നോക്കിയിട്ടല്ല. അപ്പൊ ഇതിന്റെ കാഷ്ടവും എന്ന പോലെ അതിന്റെ രക്തമൊക്കെ കലീലായ വെള്ളത്തിൽ വീണാൽ അഫുവില്ല എന്നർത്ഥം. ലമ്യഹത്തജലി മുമാസത്തിഹി ലഹു കലീലായ വെള്ളത്തിലെ അഫുവില്ല എന്ന് പറഞ്ഞത് അതുപോലത്തത് എന്ന് പറഞ്ഞാൽ കസീറായ മായവും പെടുമല്ലോ. കലീലായ വെള്ളത്തിന്റെ ഹുക്കുമല്ലേ കസീറായ മായിന് അതും. ലമ്യഹത്തജ ഇത് മുമാസത്ത് ആവശ്യമില്ലെങ്കിൽ അഫയഞ്ചുസുബിഹി വയും കല്ല. അപ്പോ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നജസാകും, അത് കലീലാണെങ്കിലും നജസാകും എന്ന് തന്നെ. ദമുൽ ബുർഗൂസ് എന്ന പോലെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ വനീമു സുബാബ് ബൗലു സുബാബ് ഇതെല്ലാം കലീലാണെങ്കിലും അപ്പൊ നജസാകുമെന്ന് തന്നെ. ഇനി വദമുൽ ബസറാത്തി കൽ ബറാഗീസി എന്ന് പറയുന്നത്